ഓ തിരുമേനി യാക്കിതെന്തിന്റെ കട ഓ വിഷുവായിട്ട് ആഘോഷമൊന്നും ഇല്ലേ കൊച്ചുകൃഷ്ണ? ആ ഉണ്ട് തിരുമേനി. നമ്മുടെ ജവാന്റെ 3 ഫുള്ളിരിപ്പുണ്ട്. അയിങ്ങെടുത്താലോ? ലഹരിയോ? ശിവ ശിവ, ആ അർജുൻ സ്മോക്കിനെ പിടിച്ചു കൊടുത്തതിന് പോലീസിന്റെ കയ്യിൽ നിന്ന് അനുമോദനവും വാങ്ങി വന്നിട്ട് തനി കൊളുപ്പില്ലേടോ ഇതൊന്നും പറയാൻ? ആ വായിലുള്ള മുറുക്കാൻ പോകുകയില്ല ആഞ്ഞ് തുപ്പിയിട്ട് പറ. കഷ്ടം. കൊച്ചുകൃഷ്ണ ആരോ വരുന്നുണ്ടല്ലോ. എന്നെ മനസ്സിലായോ? ഞാൻ കണ്ടമേത് സുഗുന്റെ മോൻ സുജിൽ കുമാർ. ആ സുഗുന്റെ മോനല്ലേ? അറിയാം. ഇരിക്കാൻ നേരവും ഇല്ല. എന്റെ വീട്ടുകളിലാണ് അടുത്ത ആഴ്ച. നിങ്ങൾ തലേന്നേ വരണോ? ഓ ആയിക്കോട്ടെ. കൊച്ചു ചേട്ടാ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. കൊച്ചുകൃഷ്ണ വേഗം പോയി അതും കൂടെ എടുക്കുക. ആ കണ്ടമ്പേത് സുനിൽകുമാർ 500 വെച്ചിട്ടുണ്ട് ഇല്ലത്തെ ഗൃഹപ്രവേശനത്തിന്. ഒരു 700 വെക്കണ്ടേ തിരുമേനി? ശിവ ശിവ, അപ്പൊ പോവാണ്ട് നിവൃത്തിയില്ല. ഇല്ലത്തെ എല്ലാരെയും കൂട്ടി പോവാം. ഈ മാസം ഇത് 10ാമത്തെ വീട്ടിൽ കൂടുതലാണല്ലോ ഭഗവാനെ. ഇങ്ങനെ പോയാ ഇല്ലം പണയത്തിലാവൂലോ. കൊച്ചുകൃഷ്ണ ഗോപികൃഷ്ണനെ വെക്കേണ്ടി വരുമോ? അല്ല തിരുമേനി, ഒരു ജാതി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. ആ പിശുക്കൻ തമ്പുരാന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടിക്കണം. അയാളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ കളവും. ഇയാൾക്ക് 2 ഫുള്ളിന്റെ പൈസ ഒപ്പിക്കോളാ. ഇയാളെ അച്ഛൻ തമ്പുരാനുള്ളതിലും നല്ല പൈസ കൊടുക്കുന്നതാണ്. അല്ല ഞാൻ പിള്ളേരെ കൈയിട്ടത്തിന് എല്ലാത്തിനും കൂട്ടി തന്നില്ല. എന്താ എല്ലാരും കൂടെ? തമ്പുരാന്റെ ഇല്ലത്തുനിന്ന് ആദ്യത്തെ കൈനീട്ടം കിട്ടി തുടങ്ങിയാൽ വലിയ മുട്ടുണ്ടാവില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നു. അതെ ബസ്സാണ്. എന്റെ അച്ഛൻ പണ്ടേ പറയലുണ്ട് നിങ്ങൾ അപ്പം തമ്പുരാന്റെ കൈപ്പുണ്യത്തെ പറ്റി. അപ്പൊ കൈ നീട്ടം. കൊച്ചുകൃഷ്ണ അതിങ്ങൾ എടുക്കാം. കുട്ടികൾ ഇങ്ങോട്ട് വരിക. സൂക്ഷിച്ച് ചെലവാക്കണം കേട്ടോ. ഇതിനേക്കൊണ്ടൊരു മുട്ടായി വാങ്ങാൻ പോലും കഴിയത്തില്ല. മതി പിള്ളേരും കൊടു. എല്ലാ തീരുമാനം 50 പൈസ. ഇത് റിസർവ് ബാങ്ക് വരെ നിർത്തിയില്ലേ? തമ്പുരാനെ കൈ നിറച്ച് തരുന്നതല്ലേ കൈനീട്ടം? ഇതേ ഉള്ളോ? മനസ്സറിഞ്ഞു തരുന്നതാ കൈനീട്ടം. പൈസ ഇല്ലായിട്ടല്ല. വേണച്ചാ 100 500 ഒക്കെ തരാം. പക്ഷെ എന്റെ മനസ്സിടറും. ഇതാകുമ്പോ നോം മനസ്സറിഞ്ഞു തരണ. നിൽക്കുക. ഒരു കാര്യം പറയാൻ അങ്ങോട്ട് മറന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു.